ഹെമ്മി അങ്ങനെ കാനഡയുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിലോട്ട് എത്തിപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഉണ്ടോ ഇപ്പോഴും ഓട്ടം ഫോൾസിൻ്റെ ഇലകൾ താഴെ കിടക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് കയ്യൊക്കെ ഇപ്പോഴും ഈ മഞ്ഞ് വീഴുന്ന രാവിലത്തെ മെയിൻ പണി ഇതാണ്. ഇനിയിപ്പോൾ എല്ലാം വൃത്തിയാക്കണം. സാധാരണ ഞാൻ ഹെമ്മി എന്ന് വിളിച്ചിട്ട് മാത്രമേ വിൻ്ററിൽ പുറത്തിറങ്ങാറുള്ളൂ. കാരണം അതാണല്ലോ അവസ്ഥ. അങ്ങനെ ഫോൾസ് കഴിഞ്ഞു. ഫോൾസിലെ ഭംഗിയുള്ള കാഴ്ചകൾ മൊത്തം കഴിഞ്ഞു. വിൻ്റർ നല്ല ഭംഗിയാണ് കാണാൻ. അമ്മ അടുത്ത സർപ്രൈസ്. ഇതൊക്കെയാണ് വിൻ്ററിലുള്ള പണി ഗൈസ്. രാവിലെ ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് പണി വണ്ടി ഉള്ളവർക്ക് വണ്ടി വൃത്തിയാക്കുക. വണ്ടി വൃത്തിയാക്കിയുള്ള ടൂൾസ് കയ്യിൽ വേണം. വിൻ്റർ ടയർ മാറ്റാനുള്ള സമയമായി. ടയർ ഞാൻ മാറ്റിയിട്ടില്ല. ടയർ മാറ്റിയിട്ടില്ലെങ്കിൽ അതിനുള്ള പണിയും പൈസയും കയ്യിൽ നിന്നിറങ്ങും. ഫോൾസ് അങ്ങോട്ട് വിട്ട് പോയിട്ട് പോലുമില്ല. ഫോൾസ് വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാ ഇലയും സാധാരണ പൊഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് വിൻ്റർ വരാറ്. അപ്പോൾ വിൻ്റർ നേരത്തെ സൈനപ്പ് ചെയ്തു. ഒരു ബാറ്റ് സിമ്പിൾ അയച്ചു തന്നിട്ടുമുണ്ട്. ഉണ്ടോ ഇപ്പോഴും ഓട്ടം ഫോൾസിൻ്റെ ഇലകൾ താഴെ കിടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ആശാൻ്റെ വരവ്. വിൻ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വിൻ്റർ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ അടുത്ത് 100% ഉറപ്പ് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ഗിയർ ഉണ്ടെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ഗിയർ എന്ന് പറയുമ്പോൾ ഷൂസ് മുതൽ ജാക്കറ്റ് വരെ വിൻ്റർ ഗിയറിൽ വരും. ഗ്ലൗസസ് വരും. അതുപോലെ സോക്സ് പോലും വിൻ്റർ സോക്സസ് തന്നെ വേണ്ടി വരും. പ്രത്യേകിച്ച് ഇങ്ങനെ ഓഫീസ് ടു ഹോം. അപ്പോൾ നമുക്ക് വണ്ടി സ്വന്തമായിട്ട് വണ്ടിയല്ല, പ്രൈവറ്റായിട്ട് കാറില്ല, പബ്ലിക് വെഹിക്കിൾസിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രോപ്പർ ഗിയർസിലില്ലെങ്കിൽ പെട്ടുപോകും. ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം -30 ഡിഗ്രി -33 ഡിഗ്രി വരെ ഒൻറ്റാരിയോ എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ പോയിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര എല്ലായിടത്തും പോകണമെന്നില്ല. അത്ര നമ്മൾ പ്രോപ്പർലി ഗിയർ ഒക്കെ ഉണ്ടെങ്കിൽ, ഗിയർ എന്ന് ഉദ്ദേശിക്കുന്ന ഈ വിൻ്റർ ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ തുടങ്ങുന്നത് തെർമൽ ലെയർ തൊട്ടാണ്. ഫസ്റ്റ് ലെയർ തെർമൽ ലെയർ, അതിൻ്റെ മുകളിൽ ഒരു ടീഷർട്ടോ ഷർട്ടോ, അതിൻ്റെ മുകളിൽ ഒരു ഹുഡി, അതിൻ്റെ മുകളിലാണ് ഒരു ജാക്കറ്റൊക്കെ വരുന്നത്. ഈ ജാക്കറ്റൊക്കെ ഉള്ളിൽ കിടക്കേണ്ട ജാക്കറ്റാണ്. പ്രോപ്പർ വിൻ്റർ ജാക്കറ്റ് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചു തരാം. അത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അതുപോലെ ബോട്ടംസ് ആണെങ്കിലും അടിയിലൊരു തെർമൽ ഉണ്ടാകും, അതിൻ്റെ മുകളിലായിരിക്കും ഒരു പാൻറ്റ് അല്ലെങ്കിൽ ജീൻസ്. ഷൂസ്, ഈ ഷൂസ് ഇടാൻ പാടില്ല. പണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ റണ്ണിങ് ഷൂസ് ഇട്ടിട്ട് സ്റ്റുഡൻറ്റ് ലൈഫിൽ ഇതുപോലുള്ള പരീക്ഷകൾ ഒരുപാടാണല്ലോ. റണ്ണിങ് ഷൂസ് ഇട്ടിട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി ബസ് പിടിക്കാനായിട്ട് ഓടി വേണ്ടടാ പുറം തല്ലി നടക്കുന്നു. അടുത്ത ദിവസം അവിടെ ഒരു കോഷ്യസ് സിമ്പിൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെച്ചത്, ഇവിടെ തെന്നി വീഴും, ആൾക്കാർ തെന്നി വീണിട്ടുള്ള അനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട്. ചെറുക്കൻ്റെ ഒരു റേഞ്ചൊക്കെ നോക്കിക്കേ. പോലീസ് വണ്ടി ഉണ്ട്. അമ്പാ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ കനേഡിയൻസും അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർ എത്ര കൃത്യമായിട്ടാണ് ഇവർ ഡ്രസ്സിങ്. ഇപ്പം പ്രത്യേകിച്ച് വിൻ്ററിൽ അതേ ഡ്രസ്സിങ് തന്നെ എങ്ങനെയെന്ന് അറിയത്തില്ല. അവരുടെ കറക്റ്റ് 1-2 ജാക്കറ്റ്സേ കാണത്തുള്ളൂ. ഓരോ സീസണിൽ ഓരോ ജാക്കറ്റും സീസണിൻ്റെ ഇപ്പം സ്നോ എത്ര ഹെവിയാണോ അതനുസരിച്ചുള്ള ജാക്കറ്റ്, അതനുസരിച്ചുള്ള റെയിൽസൊക്കെ ആയിരിക്കും. ഫോൾ വരുമ്പോൾ അതനുസരിച്ചുള്ള, സ്പ്രിങ് വരുമ്പോൾ അതനുസരിച്ചുള്ള, സമ്മറിലാണെങ്കിൽ അറിയാമല്ലോ അങ്ങനെ വേണ്ട. ഇപ്പോൾ തന്നെ കണ്ടില്ലേ വിൻ്ററിൽ. ഇപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പഠിച്ച ആൾക്കാർക്കൊക്കെ ആ പ്രോപ്പർ ജാക്കറ്റും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ടേ പുറത്താണ്. കാരണം നമ്മളിപ്പോൾ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലുള്ള ബസ് സ്റ്റോപ്പിനൊക്കെ ആയിരിക്കും. ബസ്സിന് വരുവാണെങ്കിൽ കണ്ടോ, ബസ് സ്റ്റോപ്പായിരിക്കും നമ്മൾ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാറ്റടിക്കുകയാണെങ്കിൽ മാത്രം അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. സ്നോഫോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വണ്ടിയിലൊക്കെ സ്നോ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയാൽ പോലും പെറ്റി കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ, മാത്രമല്ല ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് സ്നോ പറന്ന് പുറയിൽ വരുന്ന വണ്ടിയിൽ
വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. എൻ്റെ വണ്ടിയിലൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ട്. അകത്തിരുന്ന് ചീത്ത വിളിക്കാന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇതൊരു നല്ല ഇഷ്യൂ ആയിട്ട് പോവുകയും ഒരു പക്ഷേ പോകുന്ന വണ്ടിയിൽ വിൻഡർ ടയർ ഇട്ടിട്ടുണ്ട്. വിൻഡർ ടയർ ഇച്ചിരി കൂടെ കട്ടിയുള്ള ടയറാണ്. അതൊരു 3 സീസൺ വരെയൊക്കെ മാക്സിമം അതിൻ്റെ ത്രെഡ് പോകുന്നവരെയൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർഡിൻ്റെ ട്രക്ക് കണ്ടപ്പോൾ എനിക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ ഒരു പുള്ളിക ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് സ്റ്റുഡൻ്റായിട്ട് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന സ്ഥലത്ത്. പുള്ളിക്കാർ ഇതുപോലെ നല്ല മഞ്ഞത്ത് വൈഫും കുട്ടിയൊക്കെ ആയിട്ട് ഒരിടത്ത് ട്രിപ്പ് പോയി വഴിക്ക് പുള്ളിയുടെ ഒരു പഴയ ട്രക്കായിരുന്നു. പുള്ളി അതുവരെ യൂസ്ഡ് കാർസാണ് ബെസ്റ്റ് ചോയ്സ്, ചീപ്പായിട്ട് കിട്ടും, മെയിൻ്റെനൻസ് മാത്രം അറിഞ്ഞാൽ മതി എന്ന് വാദിച്ചിരുന്നുകൊണ്ടിരുന്ന ഒരു ബർത്ത്ഡേ ടീമായിരുന്നു. പുള്ളി അന്ന് പോയി പെട്ടു. വണ്ടി ബാറ്ററി ഡൗൺ ആയി, പഴയ വണ്ടിയല്ലേ, ബാറ്ററി ഡൗൺ ആയി, ഭയങ്കര മഞ്ഞ്, ഭയങ്കര തണുപ്പ്. കുഞ്ഞും വൈഫും ഉണ്ട്. വൈഫ് ഇമിഗ്രൻ്റ് ആയിരുന്നു. അയാൾ ഇവിടുത്തുകാരനാണ്. അതുകൊണ്ട് അയാൾക്കറിയാം ഇത് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ വൈഫ് ഇമിഗ്രൻ്റ് ആണ്, ഫിലിപ്പൈനി ആയിരുന്നു അവൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഇയാൾ കണ്ണി കണ്ട വണ്ടികളെല്ലാം കൈ കാണിച്ച് അവസാനം ഒരു ട്രക്കാരെ നിർത്തി. ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ജാക്ക് പുള്ളിയുടെ ഇല്ലായിരുന്നു. ഈ വിൻ്ററിലൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വണ്ടി ഇല്ലയെന്നുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വണ്ടി ഉള്ളവർക്കുള്ള കാര്യങ്ങളൊക്കെയാണിത്. പഴയ വണ്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ട സാധനമാണ് വിൻ്റർ ടയർ. വിൻ്റർ ടയർ അല്ലെങ്കിൽ തെന്നി പാറി എങ്ങോട്ടെങ്കിലും ബുക്കളയും. രണ്ടാമത്തെ സാധനങ്ങൾ പഴയ വണ്ടികളാണെങ്കിൽ ബാറ്ററി ഡൗൺ ആവാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മളിതുപോലെ ഈ കാര്യങ്ങളെല്ലാം കയ്യിലുണ്ടാവണം. പുള്ളിക്കാരൻ ആ ഇഷ്യൂവിൽ നിന്ന് വന്നിട്ട് അടുത്ത ദിവസം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി പുതിയൊരു ഫോർഡ് F-150 ട്രക്ക് എടുക്കുമായിരുന്നു. പഴയ വണ്ടി അതോടെ കളഞ്ഞ് സ്ക്രാപ്പ് വിലയ്ക്ക് വിറ്റ് കളഞ്ഞു. അങ്ങനത്തേക്ക്, കാരണം അത്രയും മോശം അവസ്ഥയിലോട്ടൊക്കെ നമ്മൾ ചിലപ്പം വിൻ്റർ കൊണ്ടുപോയി കളയും. നമ്മൾ പേടിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് കാര്യം നേച്ചറിൽ ഒരു പ്രശ്നം നേച്ചറായിട്ട് കൊണ്ടുവന്ന് നമുക്ക് തരുമ്പോഴാണ് നമുക്കതിൻ്റെ ഏറ്റവും വലിയ ഒരു പേടിയോ നമുക്ക് രക്ഷപ്പെടാൻ ഒരു സർവൈവൽ നടക്കില്ലയോ, ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ മഞ്ഞ് അത്ര വലിയ ഇഷ്യൂ അല്ല. ഇന്ത്യയിൽ ഒരുവിധം എല്ലാം ഉണ്ടെങ്കിൽ പോലും കുളു, മണാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്നോഫോളൊക്കെ കാണാം. പക്ഷേ ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. ഇന്ന് ആണ് 2025 ആദ്യത്തെ മഞ്ഞ് വീഴ്ച. കാനഡയിലെ ആദ്യത്തെ മഞ്ഞ് വീഴ്ച എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒൻറ്റാരിയോയിലെ ആദ്യത്തെ മഞ്ഞ് വീഴ്ച 2025 ഓപ്പണിങ്. നവംബർ ആയതേ ഉള്ളൂ. നവംബർ ആദ്യത്തെ ആഴ്ചയിലാണ് ദീ മഞ്ഞ്. ഇതിന് മാർച്ച് ഏപ്രിൽ വരെയൊക്കെ, കഴിഞ്ഞ വട്ടം ഏപ്രിൽ അവസാനം വരെ ഉണ്ടായിരുന്നു ഈ മഞ്ഞ്. ഇവരിതൊക്കെ പറയും ഒരു 2 മാസത്തെ മഞ്ഞ്. ഈ 2 മാസത്തെ മഞ്ഞ് സെറ്റിൽ ചെയ്ത് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നം. വേണ്ട X3 കൈയൊക്കെ വിറയ്ക്കുന്ന വയസ്സുണ്ട്, ചുവന്ന് വരുന്നുണ്ട്. കുരിപ്പിള്ളേരെ കണ്ടോ? ഇതാണ് അടുത്ത സംഭവം. വിൻ്റർ എത്ര പ്രശ്നക്കാരാണെന്ന് പറഞ്ഞാൽ പോലും ആക്ടിവിറ്റീസ് പലതാണ്. ഞങ്ങൾ പണ്ട് ഇതുപോലെ സ്കീയിങ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. സ്കീയിങ് ചെയ്യാൻ പോയിട്ട് നടുവേനൊക്കെ ഉണ്ടാക്കിയതും ഫൺ ഗൈസ്. അതിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണിത്. ഇതേതെങ്കിലും ഇതുകൊണ്ടെല്ലാം പോകുന്ന സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത്. അവിടെ പോയി അവിടുന്ന് ഇറങ്ങി താഴോട്ട് വരിക, അതായിരിക്കും അവരുടെ മെയിൻ ഹോബി. അവരിട്ടേക്കുന്ന ബീനീസ് ഉണ്ടോ, ആ ബീനീസ് ഉൾപ്പെടെ ഗ്ലൗസസിൽ പോലും ഹീറ്റ് പോട്ട്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമുക്ക് വാമായിട്ട് കൈയിരിക്കാൻ. ഈ പ്രത്യേകിച്ചും പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫീൽഡ്, നമ്മൾ ഓഫീസിനകത്ത് ഹീറ്ററും കാര്യങ്ങളുണ്ട്, വണ്ടിക്കകത്ത് ഹീറ്റ് ഫെസിലിറ്റി ഉണ്ട്, വീട്ടിനകത്ത് ഹീറ്റ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഈ പുറത്തിറങ്ങി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് പറയുന്നത് പുറത്തിറങ്ങി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യണം, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഈ വെൽഡേഴ്സ്, അങ്ങനെ സ്കിൽഡ് ജോബ്, പിന്നെ ഈ പറയുന്ന പോലെ ഡോർ ടു ഡോർ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരാണ്. അങ്ങനെയുള്ളവർക്ക് ഈ വിൻ്ററിലും ജോലി ചെയ്യണമെന്ന് കോർപ്പറേറ്റ്സ് അല്ലേ ജോലി ചെയ്യരുത് എന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ലെന്ന് എല്ലാവരും പറയത്തില്ല. നമ്മളെന്തായാലും ജോലി ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ചില കാര്യങ്ങളൊക്കെ
അവർ കണ്ണടയ്ക്കുമെങ്കിലും പ്രോപ്പർ ഗിയർ. ഇപ്പം തന്നെ കൈയുണ്ടോ, ഗ്ലൗസ് ഇല്ല. ഇത്രയൊക്കെ ന്യായം അടിച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഇല്ലാതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഗിയർ ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതിപ്പം ഒരു ഫീൽഡ്സിലേക്ക് ഒരു -8 -6 ഡിഗ്രി -8 ഡിഗ്രി എന്തോളൂ. അത് ഈ മഞ്ഞ് കാരണമാണ്, സെറ്റിലാകുന്ന ഈ മഞ്ഞ് കാരണമാണ് അത്രയും തോന്നുന്നത്. ഇതൊരു പാർക്കാണ്. ഈ പാർക്ക് പോലും ഫോളിൽ കാണാൻ ഭയങ്കര വ്യത്യാസമാണ്. വിൻ്റർ വന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ, ഇന്നലെ പോലും ഈ കാനഡയുടെ മാത്രം കാര്യം, ഞാൻ പോയിട്ടുള്ള വളരെ ചുരുക്കം രാജ്യങ്ങൾ പോയിട്ടുള്ളതിനകത്ത് ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് അടുത്ത ദിവസം. ഈ മഴയെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴ, റെസ്റ്റില്ല. മഞ്ഞെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി മഞ്ഞ്. കുറച്ചുകൂടി നേരം ഞാൻ നടന്നാൽ ഞാൻ ക്രിസ്മസ് പൂവിനാവും. അതുപോലെ നാളെ ചിലപ്പോൾ നോക്കുമ്പോൾ ഈ മഞ്ഞ് പെയ്തൊന്നും കാണത്തില്ല, വെയിലായിരിക്കും. പക്ഷെ ഇനിയിപ്പോൾ അങ്ങോട്ട് പാടായിരിക്കും. നവംബർ ആയല്ലോ, അപ്പോൾ ഒരു അടുത്ത മാർച്ച് ഏപ്രിൽ വരെയൊക്കെ ഇതുപോലെ നീണ്ടു തുറന്ന് കിടക്കും. കഴിഞ്ഞ വിൻ്റർ ഒരുമാതിരി പിഴച്ച വിൻ്ററായിരുന്നു കേട്ടോ, തൊലച്ച് കളഞ്ഞ്. ആ അവസ്ഥ ആവുമെന്ന് തന്നെ തോന്നി. ഇപ്രാവശ്യം വന്ന് വിൻ്ററിൻ്റെ കാഠിന്യാവസ്ഥ കൂടിക്കൊണ്ടിരിക്കും. കുറച്ച് റെസ്റ്റ് എടുക്കാം. കയറിപ്പോകുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ട ടീംസ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ സൺഡേ ആണ്. സൺഡേ തന്നെ സ്നോ വരികയും അന്ന് തന്നെ ഈ പരിപാടികളും ഈ മുട്ടിന് മീതെ വെള്ളം വന്നാൽ വെള്ളത്തിന് മീതെ തോണി എന്നൊക്കെ പറയുന്നതല്ല. മഞ്ഞ് വന്നാൽ മഞ്ഞത്തുള്ള പരിപാടി, അല്ലെങ്കിൽ അങ്ങനെ കണ്ടോണം. 3, 2, 1 കടിക്കോ. ചടില്ല. യാ നെക്സ്റ്റ് അടുത്ത ആൾ ചാടിക്കോളൂ. പണ്ട് ഞങ്ങൾ ഇതും കൊണ്ട് നമ്മൾ 3-4 ഫ്രണ്ട്സും ഒരു 5-6 പേരുണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഇതിൽ പോയായിരുന്നു പാതിരാത്രി. നമുക്ക് സമയം കിട്ടുന്ന പാതിരാത്രി ആയിരിക്കുമല്ലോ, അതുകൊണ്ടല്ലോ അതേ അടുത്തവൻ കയറി പോകുന്നു. എന്താണെന്ന് ഞാൻ ഇത്ര നേരം പുറത്തിരുന്നപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ ഭയങ്കര സീനായിട്ട് ഇതാന്ന് തുടങ്ങി. പിള്ളേരുടെയൊക്കെ എനർജി ഈ പ്രായത്തിലൊക്കെ ഈ എനർജി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു മടുപ്പായിരിക്കും. വീഡിയോ എടുക്കുമ്പോൾ വരെ മടുപ്പാണ്. എന്ത് ചെയ്യാനാ. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതുപോലുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വണ്ടി വന്ന് അതിനകത്ത് കയറി നമ്മളിങ്ങനെ കൊണ്ടുപോകും. ഇതേ പുള്ളിയൊക്കെ ഇരിക്കുന്നുണ്ടോ? പുള്ളി എന്താ സിഗറൊക്കെ വേറെ ഒരിക്കലായിരിക്കും. നമുക്കിനി ഈ ബസ് സ്റ്റോപ്പിലൂടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് തിരിച്ച് വീട്ടിൽ പോകാം. ഭയങ്കര ഞാൻ കാനഡയിട്ട് ആദ്യം വന്നപ്പോൾ എനിക്ക് സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. ആ നാക്കൊക്കെ കൊഴിയുന്നു. വായിക്കാത്തവരെ മഞ്ഞ് ആഗ്രഹിച്ചിട്ട് ഇതാണ് ആണല്ലോ. ഇപ്പോൾ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഏത് ദിശയിൽ നിന്നാലും ഇതിനകത്തോട്ട് അങ്ങനെ കയറത്തില്ല. കാരണം നമ്മൾ ഇതിൻ്റെ മഞ്ഞിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നമാണ് മഞ്ഞത്തടിക്കുന്ന കാറ്റ്. ഇപ്പോഴും ചെറിയ കാറ്റുണ്ട്. ഇതിനകത്ത് കയറിക്കുമ്പോൾ അത്രയൊരു ഈ കാറ്റാണ് ഈ ഫീൽഡ്സിലേക്ക് ഇത്രയും ഈ -6, -8, -10, -15 ഒക്കെ ആക്കി കളയുന്നത്. ഈ സ്നോ ഉണ്ടെങ്കിൽ പോലും അത്രയും തണുപ്പ് ഉണ്ടാവാത്തതാണ്. കാറ്റ് ഇതിൻ്റെ കൂടെ അടിക്കും. കാറ്റാണ് പ്രശ്നക്കാരൻ ആക്ച്വലി, മഞ്ഞല്ല. ഈ മഞ്ഞും വലിയ പ്രശ്നമല്ല, ഇതൊരു സുഖമുള്ള മഞ്ഞാണ്. ഈ കാണാനും നടക്കാനും ഈ ഒരു ക്രിസ്മസ് വൈബ് കിട്ടുന്നൊരു മഞ്ഞാണ്. പക്ഷേ മറ്റവൻ ഈ ടൊവിനോ മറ്റേ ചാത്തന്മാർ വരും. എൻ്റെ ചേട്ടനുണ്ടെന്ന് അറിയത്തില്ലേ, അവൻ ഇറങ്ങിയിട്ടുണ്ട്. ജീപ്പ് റംഗ്ലർ ആ ടൈപ്പാണ്. ഇത് സെറ്റിൽ ചെയ്യുന്ന മഞ്ഞ്, ബ്ലാക്ക് ഐസ്. അവൻ സീനാണ്, പ്രശ്നമാണ്. ഈ നടക്കുന്നത് ഈ കളിക്കുന്ന സുഖമൊന്നും അതിനകത്ത് കാണത്തില്ല.
തെന്നി 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 വണ്ടികളാണെങ്കിൽ അത്രയും പ്രശ്നം. വണ്ടി ഇപ്പം ടയർ മാറിയാലും പ്രശ്നങ്ങളുണ്ട്. ടയർ മാറിയില്ലെങ്കിൽ തന്നെ ഇത് റോഡിൽ ഇനി സെറ്റിലാവും. ഇപ്പോൾ ഫസ്റ്റ് മഞ്ഞായതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ റോഡിൽ സെറ്റിലാവും. അതൊന്നും എല്ലാ റോഡുകളും ഇവിടെ ക്ലീൻ ആക്കത്തില്ല. റോഡുകൾ മെജോറിറ്റി ക്ലീൻ ആക്കുകയാണെങ്കിലും ഹൈവേയും അങ്ങനത്തുള്ള കാര്യങ്ങളും ക്ലീൻ ആക്കുകയാണെങ്കിലും അതും ഇൻ്റർവൽസ് ഉണ്ട്. ഇത്ര പീരീഡ് കഴിയുമ്പോഴും ഇത്ര മഞ്ഞ് പെയ്യുമ്പോഴും ഒക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ പണ്ട് നിന്ന സ്ഥലത്ത് ഇതുപോലെ മഞ്ഞ് മൊത്തം പെയ്ത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതാകുമ്പോൾ ഒരു തവണ ക്ലീൻ ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ടീംസ് എന്നതായിരുന്നു തോന്നുന്നു. അങ്ങനെ ക്ലീൻ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര പരാതികളും കാര്യങ്ങളൊക്കെ വന്ന് അമ്മമാർക്ക് എന്തെങ്കിലും കോൺട്രാക്ട് കൊടുക്കാതെ മാറ്റി അടുത്ത തവണ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആക്സിഡൻസും ഒരുപാടാണ്. ഈ ട്രക്കുകളൊക്കെ തെന്നി പോകുന്നു. അതൊക്കെ ഒരു ഫണ്ണായിട്ടും മെമ്മായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ആക്ച്വലി അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ സമയത്ത് നമുക്ക് ജോലിക്ക് പോകാതിരിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ കോളിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിസ്ക്കാണ് നമുക്ക് ജോലിക്ക് പോകുന്നതെങ്കിൽ, സ്നോ അത്ര പ്രശ്നമാണെങ്കിൽ ഈ കോളേജസിൽ, പണ്ട് കോളേജിലൊക്കെ പോകേണ്ട നമ്മുടെ നാട്ടിലെ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന പോലെ ഇവിടെ ഇമെയിൽ വരും വരണമെന്നില്ല എന്ന് പറഞ്ഞിട്ട്. ജോലി ഒരു എംപ്ലോയ്മെൻ്റൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് എന്തൊക്കെ വന്നാലും എത്തണം എന്നവർ പറയാതെ പറയും. എത്തിയേ പറ്റത്തുള്ളൂ. നമ്മളതിനെ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അതിലൊക്കെ ഒരു ആശ്വാസമുണ്ട്. നമുക്ക് അങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട. പക്ഷേ ഇപ്പോൾ നമുക്ക് പോയേ പറ്റുള്ളൂ. ഒരു ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ചെല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല. സെയിൽസ് ആണെങ്കിൽ പ്രത്യേകിച്ചും. സെയിൽസൊക്കെ ഇവിടെ വിൻ്റർ സമയം ഓഫ് സീസണാണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ റിയൽട്ടർ തൊട്ട് വണ്ടികളുടെ വരെ സെയിൽസ്. ഇപ്പോൾ ഒന്ന് ട്രക്കൊക്കെ ചിലപ്പം 0% കിട്ടും. ഇതൊരു 60,000-70,000 കനേഡിയൻ ഡോളർ വിലയുള്ള ട്രക്കാണ്. ആശാനെ തൊപ്പിയുള്ളതല്ലേ ഉണ്ടാ. ഇവിടെ ഒരു അണ്ണാങ്കുഞ്ഞിനൊക്കെ ഉണ്ടായിരുന്നല്ലേ. കണ്ട ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഇത് സർവൈവ് ചെയ്യുന്നത്. പണ്ട് ഞാൻ വിൻ്ററിൽ ഉറുമ്പിനെ കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ. ഉറുമ്പ്, ഈച്ച അങ്ങനത്തുള്ള ഐറ്റങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഈ വിൻ്ററിൽ. ഞങ്ങൾ വന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഫോളിലാണ്, സെപ്റ്റംബറിൻ്റെ ഒക്കെ ആയിരുന്നു ഞങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വന്ന സമയത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡൗട്ടാണ് അടുത്തവൻ മഞ്ഞത്തൊക്കെ. ഹലോ, എന്തോ ഉണ്ട് അടിപ്പോയി. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങ് ഈ സാധനങ്ങൾ, ഈ ഐറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കറക്റ്റ് ഇതെങ്ങനെ സർവൈവ് ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഈ മഞ്ഞ് ഇത്രയും തണുപ്പൊക്കെ ഇല്ലേ, ഇവന്മാർക്ക് വിൻ്റർ ജാക്കറ്റൊന്നും ഇല്ലല്ലോ. ചാടിപ്പോയോ? പിന്നെ എങ്ങനെ സർവൈവ് ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. കറക്റ്റ് സമ്മറായപ്പോൾ ഇവന്മാർ എവിടുന്നാന്ന് പറഞ്ഞൂടാ, എവിടുന്നെങ്കിലും തലവൊക്കി വരും. ഈച്ചയൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഉറുമ്പും ഈച്ചയൊക്കെ അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. അടുത്ത മെയിൻ പണി, അടുത്തതെന്നല്ല, ഈ മഞ്ഞ് വീഴുന്ന രാവിലത്തെ മെയിൻ പണി ഇതാണ്. ഇനിയിപ്പോൾ എല്ലാവിടെ വൃത്തിയാക്കണം. മാനേജറൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മളങ്ങനെയൊക്കെ ലേറ്റായി പോവും. എന്തൊക്കെ പണികളാണ് കണ്ട. ഫോളും മഞ്ഞും ഒരുപോലെ. ഇന്നലെ വരെ ഈ ഇലകളൊക്കെ വീഴുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞും രണ്ടും ഒരുമിച്ചുള്ള കാഴ്ചകളാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വൃത്തിയാക്കാനുള്ള സാധനങ്ങൾ ഞാനെപ്പോഴും വണ്ടിക്കകത്ത് തന്നെ ഇടാറുള്ളൂ. കയ്യൊന്നും അറിയാൻ പോലും ഇല്ല. കെട്ടി തുറക്കൂസീസേ. ബൂട്ടെല്ലാം വൃത്തിയായിട്ട് കിടക്കാറുണ്ട്. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇവിടെ ഇതാണ് നമ്മുടെ പടവാൾ. ഇതിട്ട് വേണം കണ്ട ഹിമാലയം മഞ്ഞ് കയറാൻ പോകുന്ന അതേപോലെ തോന്നില്ലേ. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ വൃത്തിയാക്കാം. കഥം.